ആദിലയ്ക്കും നൂറയ്ക്കും ഇല്ലാത്തതും അനുമോൾക്കുള്ളതുമായിട്ടുള്ളൊരു നല്ല ക്വാളിറ്റി എന്താണെന്നറിയാമോ? സ്വന്തം കൂട്ടുകാരികളെ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ മറ്റുള്ളവരുടെ മുൻപിൽ കളിയാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഇട്ട് കൊടുക്കത്തില്ല. അഥവാ മറ്റവരെന്തെങ്കിലും പറഞ്ഞാലും ഒരിക്കലും അത് നെഗറ്റീവ് പറയാതെ പോസിറ്റീവ് പറഞ്ഞു കൊടുക്കുന്നൊരു സ്വഭാവം അനുമോൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനുമോളിപ്പോൾ എന്തൊക്കെ തെറ്റ് കുറ്റങ്ങൾ ചെയ്താലും പല കാര്യങ്ങൾ വുമൻസ് കാർഡ് എടുക്കുന്നുണ്ട്, ശപിക്കുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾക്ക് നമ്മൾ മറന്നു പോകുന്നത് അനുമോളുടെ ഈ ഒരു ചില നല്ല ക്യാരക്ടറും കൂടെ അനുമോൾക്കുള്ളത് കൊണ്ടാണ്. സ്നേഹിക്കുന്നവരെ കൂടെ നിർത്തും, സ്നേഹിക്കും, മറ്റുള്ളവരെ മുൻപിൽ ഇട്ട് കൊടുക്കുകയോ കളിയാക്കുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞ് നടക്കുകയോ ഒന്നും ചെയ്യാത്തൊരു ക്വാളിറ്റി അനുമോൾക്കുണ്ട്. ഇന്ന് നമ്മുടെ ഷാനവാസുമായിട്ട് അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഷാനവാസ് നന്നായിട്ട് കുറ്റം പറയുന്നുണ്ട് ആദിലയുടെ നൂറയുടെ. അതേപോലെ ആദിലയും നൂറയും പറയുന്നുണ്ട്, അനുമോളുടെയും പറയുന്നുണ്ട്, ഷാനവാസിൻ്റെയും പറയുന്നുണ്ട്. ഷാനവാസ് പറയുകയാണ് ഇവരെ പെങ്ങന്മാരായിട്ട് കൊണ്ടു നടന്നതും ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൂട്ടുനിന്നത് കൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രയും നെഗറ്റീവായതെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അതേപോലെ ഷാനവാസ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അന്ന് ഗെയിമിൽ ആദില നന്നായിട്ട് കളിക്കാത്തതിന് ഷാനവാസ് കയ്യിൽ അടിച്ചിരുന്നു. ആ ടൈമിൽ അവൾ നന്നായിട്ട് കളിക്കാത്തത് അനുമോളിനോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോഴും അനുമോൾ പറയുന്നത് അവൾക്ക് ഭയങ്കര ദേഷ്യം കൂടുതലാണല്ലേ എന്ന് മാത്രമേ അനുമോൾ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ അനുമോൾ വേറൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. ആദില ചെന്ന് പറഞ്ഞു കൊടുത്തല്ലേ അക്ബറിൻ്റെ അടുത്ത് അവളാണ് പാവ കട്ടതെന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അവൾ പറഞ്ഞു കൊടുത്തു, അവൾ പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടൻ അത് കാണിച്ചിട്ട് അത് പിന്നെ സീനാക്കത്തില്ലേ, അത് അവൾക്ക് തന്നെ പണിയാവത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ പണിയാവാനാ, ടാസ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും പണിയാവത്തില്ലല്ലോ എന്ന് അനുമോൾ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത്. ഇതേ സമയം ഈ ഒരു ദിവസം ഫുള്ള് അനുമോളെ കളിയാക്കാൻ എന്തൊക്കെ അവസരങ്ങൾ ആദിലേക്ക് നൂർക്കും കിട്ടിയിട്ടുണ്ടോ അതൊക്കെ അവർ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈവ് കാണാത്ത പലർക്കും അത് മനസ്സിലാവണം എന്നില്ല. കാരണം ലൈവിൽ ഓരോരുത്തരും ഇപ്പം നെവിൻ കളിയാക്കുമ്പോൾ ആയിക്കോട്ടെ, ആര്യൻ കളിയാക്കുമ്പോൾ ആയിക്കോട്ടെ, അതേപോലെ സാബുമൻ കളിയാക്കുമ്പോഴും ആയിക്കോട്ടെ, പലപ്പോഴും ആദില നൂർ അതിനോടൊപ്പം ചേർന്ന് കളിയാക്കുകയും ചിരിക്കുകയും ഓരോന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് അവരുടെ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ. തുടക്കം തൊട്ടേ അനുമോളുടെ അടുത്ത് കൂട്ടുകൂടി നടക്കുക, അനുമോൾക്ക് എന്തെങ്കിലും ലാലേട്ടൻ്റെ വക പണി കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാലേട്ടൻ പറയുകയോ ചെയ്യുമ്പോൾ ഉടനെ ഉൾട്ടയടിക്കുക, അതിനുശേഷം പിന്നെയും കറങ്ങി തിരിഞ്ഞ് അനുമോളുടെ അടുത്ത് തന്നെ വരിക. ഇതന്നെയാണ് തുടക്കം തൊട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനവാസിനും ഈ കഴിഞ്ഞ വട്ടം അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പം അക്ബറിൻ്റെയും ഗ്യാങ്ങിൻ്റെയും കൂടി അവിടെ നടപ്പുണ്ട്. നമുക്ക് എന്താ വരുന്നതെന്ന് കണ്ടറിയാം.